ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് മൈസൂർ ഡേ 2 ആണ്. ഇത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മൈസൂർ സൂയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്. ഈ ചൂടൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ പ്ലാൻ മൈസൂർ സൂ ആണ്. അവിടെ വലിയതായിട്ട് ചൂട് അനുഭവപ്പെടില്ലെന്ന് വിചാരിക്കുന്നു. മൈസൂരോട് ഇങ്ങനെ പോണ സമയത്തും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വണ്ടടിച്ചിരിക്കുന്നത് ഇവിടുത്തെ നീറ്റ്നെസ് ആട്ടോ. എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് അറേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുനടക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മളുടെ ഈ പാലസിന്റെ റോഡ് മാത്രമേ അത്രയും നീറ്റായിട്ട് കൊണ്ടുപോകുന്നുള്ളൂ എന്ന്. അല്ല, പക്ഷെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും നല്ല വൃത്തിക്കാണ് അവരുടെ റോഡ്. അതുപോലെ തന്നെ വലിയ രീതിക്ക് നമുക്ക് ഒരു നീറ്റ് അല്ലാത്തൊരു പ്ലേസും എവിടെയും കാണാൻ പറ്റുന്നില്ല. അത് കണ്ടോ, എല്ലാ ബിൽഡിങ്സും കണ്ടോ, ബിൽഡിങ്സിന്റെ ഒക്കെ കളറും എല്ലാം ഒരേ പാറ്റേൺ ആണ്. ഒരു കൾച്ചേർഡ് പാറ്റേണിലാണ് ഇവരുടെ ബിൽഡിങ്സ് ഒക്കെ ഇവര് മേക്ക് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഇതുവരെ ഇങ്ങനൊരു ഇത് കണ്ടിട്ടില്ല. നമ്മളുടെ കേരളത്തിലാണെങ്കിലും ഈ രീതിക്ക് ഞാൻ കണ്ടിട്ടില്ല. അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു അത്ഭുതമായിട്ട് തന്നെ തോന്നി കേട്ടോ. അവരുടെ റോഡിന്റെ നീറ്റ്നെസ്സും ക്ലീനിങ് എല്ലാം ബെറ്ററാണ്. നമ്മളിപ്പോൾ മൈസൂർ സൂയിലേക്കുള്ള പാർക്കിംഗ് തപ്പി നടക്കുവാണ്. എല്ലാ സ്ഥലത്തും പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എവിടേക്കുള്ള, പാലസിലേക്കുള്ളതാണോ സൂയിലേക്കുള്ളതാണോ, എവിടേക്കുള്ള പാർക്കിംഗ് ആണെന്ന് അവരുടെ ലാംഗ്വേജിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സൂയിലേക്കുള്ള പാർക്കിംഗ് ആണോന്ന് മനസ്സിലാവുന്നില്ല, കാരണം നമുക്ക് കന്നഡ അറിയില്ലല്ലോ. അപ്പൊ പാർക്കിംഗ് പിന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് സൂവിന്റെ പാർക്കിങ്ങിലേക്ക് പോയി. പാർക്കിംഗ് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, പാർക്കിംഗ് അധികം നോക്കണ്ട, എവിടെയെങ്കിലും റോഡ് സൈഡിൽ എവിടെയെങ്കിലും സ്ഥലം കിട്ടുവാണെങ്കിൽ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവാന്ന് കരുതി. അപ്പൊ നമുക്ക് സൂവിനൊരു 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്തു, വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടും. നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് വേഗം സൂവിലേക്ക് പോവാന്ന് കരുതി കേട്ടോ. അങ്ങനെ നമ്മൾ മൈസൂർ സൂവിലെത്തി. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് മൈസൂർ സൂയിലേക്ക് പോയി. ഗൂഗിൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഒരാൾക്ക് 100 റുപ്പീസാണ്, 200 രൂപയാണ് നമ്മൾ അതിൽ കയറി. അവിടെ പിന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ബാഗ് അലൗഡ് അല്ല എന്ന കാര്യങ്ങളൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ചെക്കിങ് ഉണ്ടായിരുന്നു. ബാഗ് ഉള്ളവരെ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷെ ജെൻസ് ആണെങ്കിൽ അവരെ പോക്കറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ലേഡീസിന് അത്ര ഓവറായിട്ട് ചെക്കിങ് എനിക്ക് തോന്നിയില്ല. എന്നെ പെട്ടെന്ന് കയറ്റി വിട്ടു. പക്ഷേ ഗോകുവിന് ചെക്കിങ് കിട്ടി. ഗോകു അതിന്റെ ലൈൻ നിന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് മൈസൂർ സൂവിൽ പോകണം. ചെറുപ്പത്തിൽ മുതലേ ഉള്ള ആഗ്രഹം. കാരണം നമ്മളെ നാട്ടിൽ ഇപ്പം തൃശ്ശൂരാണെങ്കിലും അല്ലെങ്കിൽ തിരുവനന്തപുരം ആണെങ്കിലും അവിടെ ഒന്നും ഇല്ലാത്ത വ്യത്യസ്തമായ കുറെ ആനിമൽസും ബേർഡ്സും ഒക്കെ മൈസൂർ സൂവിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സോ അതും കൂടി ഒന്ന് കാണണം. മൈസൂർ വരെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജിറാഫിനൊന്നും കാണാതെ പോകരുതല്ലോ. അപ്പം ജിറാഫിനും അതുപോലെ തന്നെ കിങ് കോങ് ഇതൊക്കെ അവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് കാണണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ മൈസൂർ ട്രിപ്പിൽ മൈസൂർ സൂ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കുറേ ബേർഡ്സിന്റെ സെക്ഷനാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സ് ഉണ്ട്. പിന്നെ അവർക്ക് ക്ലൈമറ്റ് ചേഞ്ച് മനസ്സിലാവും. അതായത് ക്ലൈമറ്റ് ചേഞ്ച് ഉള്ള, അതായത് വേറെ സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന ബേർഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരവിടെ വാട്ടർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് ഫെസിലിറ്റീസ്, അതായത് കുറച്ച് നല്ല രീതിക്കാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ചില ബേർഡ്സും ചില ആനിമൽസും ഇത് കണ്ട് ശീലമായതുകൊണ്ടാണ്, മേ ബി എല്ലാവരും സന്ദർശകരെ കണ്ട് ശീലമായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്, നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് നിന്ന് തരുന്നുണ്ട് കേട്ടോ. പാരൻസ് ആണെങ്കിലും വെറൈറ്റി ഓഫ് പാരൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ നമ്മളൊക്കെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് പോസ് ചെയ്തിട്ട് ഇണകളൊക്കെ ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് നിന്ന് തരുന്നുണ്ട്. നമ്മളെ ടൈഗറിനെ കാണാൻ വേണ്ടി പോകുന്നതിന്റെ ആവേശമാണ് നിങ്ങൾ കണ്ടത്. പക്ഷെ ഇവര്
ഇവർക്ക് വേണ്ടിയിട്ട്, അതായത് ആനിമൽസിന് വേണ്ടിയിട്ട് കുറേ സ്പേസ് അതിനുള്ളിലുണ്ട്. ടൈഗർ ആണെങ്കിലും കിങ് കോങ് ആണെങ്കിലും അതുപോലെ തന്നെ ലയൺ ആണെങ്കിലും ഇവർക്കൊക്കെ കുറേ സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്ര അടുത്ത് ഇവരെ കാണാൻ പറ്റില്ല. കുറച്ച് ദൂരെയാണ് അവരുണ്ടാവുക. അവരെല്ലാവരും ഈ ഒരു സമയത്ത് ഉറങ്ങുമായിരുന്നു. വേറൊരു കാര്യം, എല്ലാവരും ലയൺ കാണുന്ന സമയത്ത് ഉറങ്ങുവാണ്. ദൂരേക്ക് നോക്കിയാൽ കാണാൻ ലയൺ അവിടെ ഉറങ്ങുകയാണ്. നമ്മളും ലയണും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ദൂരമാണ്. കാരണം വെക്കണമല്ലോ, അല്ലെങ്കിൽ നമ്മളടുത്തേക്ക് വരുമല്ലോ. അത് നമ്മളെ സേഫ്റ്റിയാണ്, പിന്നെ അവർക്കൊരു ഫ്രീഡം കിട്ടാനും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് വളരെ ഡിസ്റ്റൻസ് ആയിട്ട് തോന്നും. എത്രയോ ദൂരെയാണ് ഇവരെല്ലാവരും ഉള്ളത് എന്നൊരു ഫീൽ വരും. നമുക്ക് അടുത്തുനിന്ന് കാണാൻ എനിക്ക് വലിയതായിട്ട് പറ്റിയില്ല. പിന്നെ എല്ലാവരും ഒരു ഫുഡ് കഴിച്ച് ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പം അതിൻ്റെതായ ഒരു ഇതുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കിങ് കോങ് ആണ്. കിങ് കോങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ മൂവിയിലുള്ള കിങ് കോങ്ങിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിങ് കോങ്ങിന്റെ അവിടെ എത്തിയ സമയത്ത് തന്നെ നമുക്ക് അവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നടന്ന് ടയേർഡ് ആയതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ കിങ് കോങ് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവായിരുന്നേ. പക്ഷെ ജസ്റ്റ് ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ വിളിച്ച സമയത്ത് ആളടുത്തേക്ക് വന്നു. അതെനിക്ക് കറക്റ്റ് എനിക്ക് ഫീൽ ചെയ്തു, ഞാൻ വിളിച്ച സമയത്ത് അടുത്തേക്ക് വന്നതുപോലെ. എന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന ഫുഡൊക്കെ എന്ത് ചെയ്തു, എടുത്ത് കഴിക്കുക. നമ്മളെ തിരിഞ്ഞാണ് ഇരുന്നത്, പക്ഷെ നമ്മള് എന്റെ തൊട്ടടുത്താണ് ഈ ഇരിക്കുന്നത്. ഞാൻ കിങ് കോങ്ങിന്റെ തൊട്ട് മുന്നിൽ ഇരിക്കുന്നുണ്ട്. ആൾ ഉറങ്ങാനുള്ള ടയേർഡായിട്ട് ഉറങ്ങാനുള്ള മൂഡിലായിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് ഗ്ലാസ്സിലൂടെ പ്ലീസ് ഒന്ന് വാ. കാരണം എല്ലാവരും ഞാൻ ദൂരെ നിന്നാണ് കണ്ടത്. ലയൺ ആണെങ്കിലും ടൈഗർ ആണെങ്കിലും എല്ലാവരും ദൂരെ നിന്നാണ് കണ്ടത്. കിങ് കോങ് നല്ല രീതിക്ക് എന്ത് ചെയ്തു, നമുക്ക് അടുത്തേക്ക് വന്നു. പക്ഷെ തിരിഞ്ഞാണ് ആള്, കുറച്ച് ഗൗരവക്കാരനാണ്, തിരിഞ്ഞാണ് ഇരുന്നത്. ഇവർക്ക് പുതിയൊരു സെപ്പറേറ്റ് അത് പുതിയതായിട്ട് ഉണ്ടാക്കി കൂടാ തോന്നുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കിങ് കോങ് ഉണ്ട്. ആളുടെ വികൃതിയാണ് നിങ്ങളിപ്പം കാണുന്നത്. കാരണം ആൾ ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. നല്ല ജിമ്മിനാ തോന്നുന്നുണ്ട്. ഇടക്കിടക്ക് പോയിട്ട് ഇതേപോലെ ഇങ്ങനെ പുള്ളപ്സ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഓഡിയൻസിന് വലിയതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ആളുടെ ഹെൽത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതുപോലത്തെ കിങ് കോങ്, ലയൺ ഇവർക്കൊക്കെ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പോലെ, പിന്നെ കുറച്ച് ആനിമൽസിന് വലിയ രീതിക്ക് ഇവർ മൈൻഡ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. കാരണം മേ ബി ഈ കാലാവസ്ഥ കൊണ്ട് അവർ തന്നെ അവരെ മേത്ത് ചളിയാക്കിയതാവാം, അതൊന്നും അറിയില്ല. ഇപ്പൊ സീബ്ര ആണെങ്കിലും അല്ലെങ്കിൽ കാണ്ടാമൃഗാണെങ്കിലും എലഫന്റ് ആണെങ്കിലും അവരെ ഒന്നും വലിയ രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവരുടെ ആനിമൽസിന്റെ സ്വഭാവം നമുക്ക് അറിയില്ലല്ലോ. മേ ബി കുളിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ വൃത്തിയാക്കിയതിനു ശേഷം അവർ മണ്ണ് കടന്നുരുണ്ടതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരൊക്കെ കുറച്ച് നീറ്റ് അല്ലാത്ത പോലെ തോന്നി. പക്ഷെ ലയണും അതുപോലെ തന്നെ ടൈഗർ, കിങ് കോങ് ഇവരൊക്കെ നല്ല ഉഷാറായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കുറേ നടക്കാനുണ്ട് കേട്ടോ, ഒരുപാട് നടക്കാനുണ്ട്. സൂവിന്റെ ഉള്ളില് നമുക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വേ ഓഫ് എക്സിറ്റ് ഇത്രയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേ ഓഫ് എക്സിറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം ബേർഡ്സിനെ കാണിച്ച സമയത്ത് എനിക്ക് ബോറടിച്ചു. പിന്നെ നമുക്ക് ലയണും എല്ലാവരും വന്നു തുടങ്ങിയല്ലോ. ഇപ്പം നിങ്ങൾ കാണുന്നത് കരടിയാണ്. അതിനപ്പുറത്ത് ഒരു ചേട്ടൻ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പം അവിടെ ആരാണ്, എന്ത് സൗണ്ടാ കേൾക്കുന്നത്, അവിടെ ആരാണ് ഉള്ളതെന്ന് കാണാനുള്ള നമ്മളെ കരടി ചേട്ടന്റെ ക്യൂരിയോസിറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുക, ആരാണത്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഇടക്കിടക്കാണെങ്കിൽ ചെറിയ ഇലകളൊക്കെ കൊണ്ടേക്ക് പാറി വരുന്നുണ്ട്. ഞാൻ ഇത്രയും കരടി എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ വേറൊരു രൂപമാണല്ലോ, പക്ഷെ അരകിണ്ട് എന്ന രീതിക്കൊക്കെ കണ്ടോ. ചേട്ടനെ വന്ന സമയത്ത് പിന്നെയും ചേട്ടനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ക്യൂട്ടായിരുന്നു. അവർ തമ്മിൽ എന്തോ പരിചയമുള്ളത് പോലെ. ചേട്ടനെ കണ്ട സമയത്ത് ആള് ഭയങ്കര രീതിക്ക് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് ഇടക്കിടക്ക്. പിന്നെ നമ്മൾ പോയത് ജലതരംഗി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതെനിക്കൊരു മെയിൻ അട്രാക്ഷൻ ആയിട്ട് ഫീൽ ചെയ്തില്ല. ഇത് മേ ബി നൈറ്റ് എങ്ങാനും ഉണ്ടെങ്കിൽ, നൈറ്റ് സൂ ഓപ്പൺ ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ ആണെങ്കിൽ മേ ബി നല്ലതായിരിക്കാം. പിന്നെ സൂവിലെ പല ഏരിയകളിലും നമുക്കിത് കാണാൻ വേണ്ടി പറ്റി. സൂവിന്റെ മാപ്പാണത്, അതിൽ സ്കാനറും ഉണ്ട്. നമുക്ക് ആ സ്കാൻ ചെയ്തിട്ട് സൂവിലെ മാപ്പ് നോക്കാം. നമ്മൾ മേ ബി സ്പെസിഫിക് ആനിമൽസിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത് ഓരോ ആനിമൽസും എവിടെയാണ് ഉള്ളത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ വെക്കുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞ ആനിമൽസിനും ഇനി കാണാൻ വേണ്ടി പോകുന്ന ആനിമൽസിനും കാണാം. നമുക്കൊരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോണത് എലിഫന്റ് ആണ് അല്ലെങ്കിൽ ടൈഗർ ആണ്, നമുക്ക് ആ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. ഓരോരോ ഏരിയകളിലാണ് ഇവർ ഇതാക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല നമുക്ക് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തിരുന്ന ആനിമൽ ഉണ്ടെന്ന്. ഇതാണ് അതിലെ മെയിൻ കക്ഷി. ഒരു അനക്കവും ഇല്ലാണ്ടാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ നല്ല രീതിക്ക് കുഴി ഉണ്ടാക്കുക അല്ലെങ്കിൽ വികൃതി കളിക്കുക എന്നൊക്കെയാണ്. പക്ഷെ ഞാനാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന രീതിക്ക് ആള് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആരും എത്തി നോക്കുകയല്ല, നമ്മൾ എല്ലാവരും അടുത്തേക്ക് വന്ന സമയം മുതൽ ആള് പോസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്താണ്.
ഞങ്ങൾ പോകുന്നവരെ അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു പല ആക്ഷനിൽ. പിന്നെ കരടിയുടെ വേറൊരു സെക്ഷൻ വന്നു. ഈ കരടി കുറച്ച് അരഗൻ്റാണ്. നമുക്ക് വലിയ രീതിക്ക് ഒരു ക്യൂട്ട്നെസ് ഒന്നും തോന്നിയില്ല, നേരത്തെ കണ്ട കരടിനെ പോലെ അല്ല കേട്ടോ. ഇതിനടുത്തൊരു കഫത്തേരിയ ഉണ്ടായിരുന്നു. അവിടുന്ന് എന്തെങ്കിലും ഒന്ന് കുടിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു 2 ജ്യൂസ്, ഒരു ബട്ടർ മിൽക്കും അതുപോലെ തന്നെ ഒരു ഗ്രേപ്പ് ജ്യൂസും മേടിച്ചു കുടിച്ചു. പിന്നെ നമ്മൾ പോകാൻ വേണ്ടി പോയത് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കുറേ കുരങ്ങന്മാരെ കണ്ടു. അവരുടെ കുറേ വികൃതികൾ കുസൃതികളെല്ലാം നമ്മൾ അതിനിടെ കണ്ടു. 3 പേരിരുന്നിട്ട് അത്രയും ഫ്രണ്ട്ഷിപ്പോടെ അവർ തലേന്ന് പേനെടുത്തുകൊണ്ടിരിക്കുക അവരവിടെ. ഇതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നിതാണ്. ഇങ്ങനെ ചങ്ങലകൾ കൊണ്ടിട്ടുള്ള ഒരു ഇതും അതല്ലാണ്ട് അതിനുള്ളിലുള്ള ബേർഡ്സിന്റെ ഒരു ഭംഗി അപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് അടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അവര് ഈ പഞ്ഞിക്കട്ട അടുക്കി വെച്ചേക്കുന്ന രീതിക്കാണ് ഇവര് അവിടെ ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ബേർഡ്സിന്റെ സെക്ഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ ഇതാണ്. എന്താണെന്നറിയില്ല, നല്ല ഇഷ്ടമായി എനിക്ക് ഈ ഒരു സ്ഥലം. ക്യാമറയില് ഇവരുടെ ഭംഗി എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരത്ത് കാണുന്ന സമയത്ത് നല്ല പിങ്കിഷ് കളറില് ആള് പോസ് ചെയ്തുകൊണ്ട് നീന്തി പോകുന്ന കണ്ടില്ലേ, നല്ല പിങ്കിഷ് കളറിലാണ് ഇവരുള്ളത്. ഈ ബേർഡ്സിന്റെ ഒന്നും കറക്റ്റ് നെയിം എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് അറിയാത്തത് കൊണ്ടും ഞാൻ എന്ത് ചെയ്യുന്നില്ല, പേര് പറയുന്നില്ല. പക്ഷെ ഇവര് ആ ഇരിക്കുന്ന ഒരു പോസ് ആണല്ലോ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ സൂല് നമ്മുടെ കഴിയാറായി. പക്ഷെ സൂ കഴിയാറായപ്പോഴും എൻ്റെ മനസ്സിൽ പോകുന്നത് എവിടെ ജിറാഫ് എവിടെ? ജിറാഫാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ ഞാൻ ജിറാഫിനെ ഇതുവരെ കണ്ടില്ല. ആ മാപ്പിലാണെങ്കിലും ജിറാഫ് ഇതിൻ്റെ ഒരു ഏരിയയിൽ ഉണ്ടെന്ന് ഞാൻ കണ്ടു. പക്ഷേ ജിറാഫിനെ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പം എവിടെ എന്നാണ് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മളിതാ ജിറാഫിന്റെ സെക്ഷനിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല രീതിക്ക് നമ്മൾ അടുത്തേക്ക് തന്നെ വന്ന് നിന്നു കേട്ടോ. നമുക്ക് കിങ് കോങ്ങിനെ കിട്ടിയ പോലെ തന്നെ ഒരു ഇന്ററാക്ഷൻ നമുക്ക് ജിറാഫുമായിട്ട് കിട്ടി. നമ്മൾ പറയുന്നത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ അടുത്ത് തന്നെ വന്നിട്ടാണ് ആള് നിന്നത്, ലൈക്ക് കിങ് കോങ്. വേറെ ആനിമൽസ് ഞാൻ പറഞ്ഞല്ലോ അവരെല്ലാരും ദൂരെയായിരുന്നു. ഇവരെ നമുക്ക് നല്ല രീതിക്ക് അടുത്ത് കിട്ടി. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ജിറാഫിനെ കാണുന്നത്. അത് നമുക്ക് ജിറാഫിനെ ഇതുവരെ നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റുന്ന ഒരു ആനിമൽ അല്ലല്ലോ. നമ്മളിപ്പം ഏത് യാത്രയിലാണെങ്കിലും നമുക്കൊരു ഫോറസ്റ്റ് യാത്രയിലാണെങ്കിലും ജിറാഫിനെ കാണാൻ പറ്റും. കാണണമെങ്കിൽ മൈസൂർ സൂവിലേക്ക് തന്നെ വരണം. ആഗ്രഹമുള്ളവർ ഇങ്ങോട്ടേക്ക് വരിക. നമുക്ക് ജിറാഫ് നല്ല ഇൻട്രാക്റ്റീവ് ആണ്. എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരും വെറുതെ വിടത്തില്ലല്ലോ. ഞാൻ അങ്ങനെ ജിറാഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നത്. അപ്പം എല്ലാം കഴിഞ്ഞു. നമ്മുടെ മൈസൂർ സൂവിൽ നിന്ന് നമ്മളങ്ങനെ എക്സിറ്റ് അടിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ പാർക്കിങ്ങിലേക്ക് കുറച്ച് പോകാണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് കുതിരസവാരി. മൈസൂർ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൾച്ചേഴ്സിലും അവിടുത്തെ ഇതിലേറ്റവും പ്രധാനം ഒന്ന് കുതിരസവാരിയാണ്. പോണ സമയത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ കുതിരവണ്ടിയിൽ ഇങ്ങനെ ഫോറിനേഴ്സ് കയറി പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സൂല് നടന്നു ക്ഷീണിച്ചു, ഇനി പാർക്കിംഗ് വരെയും കൂടി നടക്കാൻ വയ്യ എന്നൊരു ഇത് വന്ന സമയം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കുതിരസവാരി എടുത്തു. നല്ല ചേട്ടനായിരുന്നു. നമുക്ക് പാർക്കിങ്ങിന്റെ സ്ഥലം പറഞ്ഞ സമയത്താണെങ്കിലും അതുപോലെ തന്നെ ഇവർക്കൊന്നും ഗൂഗിൾ പേ ഇല്ല, എല്ലാം ലിക്വിഡ് ക്യാഷ് ആണ്, ഗൂഗിൾ പേ ഇല്ല. പക്ഷെ ചേട്ടൻ എന്ത് ചെയ്ത് വേറൊരു കടയിൽ പോയിട്ട് ഗൂഗിൾ പേന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ കയറിക്കുമെന്ന് പറഞ്ഞു. അവർക്കൊരു കച്ചവടമാണ്, അത് ഓക്കെ. പക്ഷെ നമ്മളെ മടുപ്പിച്ചില്ല. നമ്മൾ അധികം എല്ലാവരും പിന്നാലെ നടക്കേണ്ടി വന്നില്ല. നമ്മൾ അതിലിരുന്ന് പോണ സമയത്ത് എല്ലാവരും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളും അങ്ങനെ തന്നെയാണ്. കാറിൽ പോണ സമയത്ത് കുതിരവണ്ടി പോകുന്ന ആളെ നമ്മളിങ്ങനെ കാറിനുള്ളത് നോക്കിയിട്ട് ഇരിക്കും, ചിരിക്കുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെ ഇപ്പം ഇവരെല്ലാവരും ഞങ്ങളെ നോക്കി ചിരിക്കുന്നു. നമ്മളെ പാർക്കിങ്ങിലെത്തി.
ഞാൻ ചേട്ടനും പിന്നെ കുതിരയ്ക്കൊക്കെ ഒരു ടാറ്റ പറഞ്ഞു. എനിക്ക് തൊടണം എന്നൊരാഗ്രഹമുള്ള സമയത്ത് തൊട്ടോ, അവൻ പാവ തൊട്ടോ കുഴപ്പമൊന്നുമില്ല എന്നാണ്. അപ്പം ഞാൻ അവന് തൊട്ടു, ടാറ്റൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ നല്ല വെയിലാണ്, നല്ല ബ്ലോക്കുമാണ്. അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അതായത് കത്തി എന്ന് തോന്നുന്ന രീതിക്കാണ് കുറച്ച് സാധനങ്ങളിലൊക്കെ റേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ആകെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ്, സുവനീറായിട്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ് മാത്രമേ മേടിച്ചുള്ളൂ. അപ്പോൾ എവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെൻഡിങ് ആണല്ലോ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിക്കുന്നത്. നമ്മൾ മൈസൂരിൻ്റെ ഐ ലവ് മൈസൂർ എന്ന് പറഞ്ഞൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചു. ആ ഫ്രിഡ്ജിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ മെമ്മറീസ് കളക്ട് ചെയ്യുക എന്ന രീതിക്കാണ് നമ്മളിതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പെട്ടിരിക്കുകയാണ്. ഇവിടുത്തെ എക്സിറ്റ് അടിക്കുന്നുള്ള വഴി മനസ്സിലാവുന്നില്ല. ഇങ്ങോട്ട് തിരുന്ന എല്ലാ വണ്ടികളാണ്. നമുക്ക് ശരിക്കും ഈ രീതിക്കാണ് പോകേണ്ടത്. ഞങ്ങൾ ഒരു KSRTC ഫോളോ ചെയ്ത് KSRTC ബസ് സ്റ്റാൻഡിലുള്ള പോയി ഫുള്ള് ബസ് വന്നുകൊണ്ടിരിക്കുക. ആ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ ഒരു കാറുള്ളിലേക്ക് എത്തി. പക്ഷെ അവിടെ ഉള്ളവരൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ അവിടെയുള്ള എല്ലാവരും ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ആണ്. മൈസൂർ കോർപ്പറേഷൻ, മൈസൂർ സിറ്റി കോർപ്പറേഷൻ. ഇവിടുത്തെ ബിൽഡിംഗ് മൊത്തം ഇതൊരു കളർ തീമാണ് അല്ലേ? ബിൽഡിംഗ് മൊത്തം ഒരു വൈറ്റ്, അവർ KSRTC കളർ ഓൾസോ ആ രീതിക്ക് അവർ ഫീൽ ചെയ്തിരിക്കുന്നത് തോന്നുന്നുണ്ട് അല്ലേ? ഹെറിറ്റേജ് വിൻറ്റേജ് ലുക്ക്, ആ ഒരു പാലസ് അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷൻ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ട്. ഒരു ക്രീം ആൻഡ് ഒരു റെഡ് പോലത്തെ ഒരു കളർ. ഇവിടുത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളും അതിൻ്റെയാണ്. ഇതാ ആ ഫാർമസിക്ക് വരെ ഈ കളറാണ് കൊടുത്തിരിക്കുന്നത്. ബുക്ക് സ്റ്റാളൊക്കെ കണ്ട്. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും ഇതേ ഒരു സ്ട്രക്ചറാണ്. ബിൽഡിങ്ങിന് കൺസെപ്റ്റ് ചെയ്തത് സെയിമാണ്. ഇങ്ങനെ ഒരു റോയൽ ലുക്കിൻ്റെ ഒരു കൺസെപ്റ്റ് അവർ കൊടുക്കുന്നത്. കളറും എല്ലാവർക്കും ക്രീം ആൻഡ് വൈറ്റ് മെയിൻ. ഞങ്ങൾ 2 ദിവസത്തെ മൈസൂർ ട്രിപ്പിൽ മാക്സിമം ഞങ്ങൾ ക്യാപ്ചർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ബോറിംഗ് ആയിരുന്നു. പല സ്ഥലങ്ങളിലും പെറ്റാൽ അവിടെ അല്ല എന്ന റീസൺ കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമുക്ക് ബോറടിച്ചു. മൈസൂർ ഇങ്ങനെ പോയ അതേ വഴികളിൽ പോയിട്ട് ബോറടിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ശരിക്കും നാളെയാണ് ചെക്കൗട്ട് ചെയ്യേണ്ടത്. പക്ഷെ നാളെയല്ല, നമ്മൾക്ക് നൈറ്റിനെ ചെക്കൗട്ട് ചെയ്യാണ് മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. അപ്പം അടുത്ത വ്ളോഗ്. ഞാൻ ഉണ്ടാക്കിയതല്ല, ഇവിടുത്തെ നമ്മൾ ഹോം സ്റ്റേയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചേച്ചി നമുക്ക് കാപ്പി ഉണ്ടാക്കി തന്നു. നമ്മൾ ചോദിച്ചാട്ടോ ഒരു കോഫി കിട്ടുമെന്ന് ചോദിച്ചു. ലക്കീനത് അവിടെ പുറത്ത് കുറച്ച് നേരം അവനോർക്കൊക്കെ എണീറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി അവനെ വിട്ടപ്പം ഞങ്ങളവിടെ കോഫി കുടിക്കുന്നു. അവന് കോഫിയും ടീയൊക്കെ ഭയങ്കര ഇഷ്ടം. അമ്മച്ചി ഒന്ന് കുറേ കന്നഡ വേണ്ടൊക്കെ പറയും. എനിക്കൊരു അച്ഛൻ മനസ്സിലായില്ല. പിന്നെ പുള്ളിക്കാരുടെ സന്തോഷത്തിന് അതെനിക്ക് തോന്നുന്നത് ഇവിടെ രണ്ട് ഡോഗ്സ് ഉണ്ടായിരുന്നു. ആ 2 ഡോഗ് കൂടെ കിടപ്പം. ഏതോ ഒരു ഡോഗ് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെന്തോ കഴുത്തിനെന്തോ പ്രശ്നമായിട്ട് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം തിരിച്ചു വന്നില്ല എന്നൊക്കെയാണ്. ഭയങ്കര ഗടാഗടിയമായിട്ടുള്ള അച്ഛൻ മനസ്സിലായില്ല. പിന്നെ പുള്ളിക്കാരുടെ സന്തോഷത്തിന് അതെനിക്ക് തോന്നുന്നത് ഇവിടെ രണ്ട് ഡോഗ്സ് ഉണ്ടായിരുന്നു. ആ 2 ഡോഗ് കൂടെ കിടപ്പം. ഏതോ ഒരു ഡോഗ് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെന്തോ കഴുത്തിനെന്തോ പ്രശ്നമായിട്ട് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം തിരിച്ചു വന്നില്ല എന്നൊക്കെയാണ്. ഭയങ്കര ഗടാഗടിയമായിട്ടുള്ള നല്ല അറ്റ്മോസ്ഫിയറാ. പുല്ല് തിന്നുന്ന ആട്ടുംകുട്ടി, ലക്കി ആട്ടുംകുട്ടി. ലക്കി 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 ലക്കി. നിങ്ങളെ വായന അവനെ കേൾക്കും, അവന്റെ വായന നിങ്ങൾ കേൾക്കും. ലക്കി ലക്കി ഞാൻ വിളിക്കുന്നത് ലക്കിയാണ്. ഞാൻ വിളിച്ചില്ലല്ലോ. എന്തിനാ എന്റെ അടുത്ത് വന്നിരിക്കുന്നത്? ഇവിടെ ഒന്നല്ല കഴിച്ചേ. ലക്കി ലക്കി ലക്കി
ആട്ടിൻകുട്ടിയാണ് കൊണ്ടുവന്ന് പട്ടിക്കുട്ടിയാണ് കൊണ്ട് കളയടി